എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ ആനയെ കാടുകയറ്റി. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ആനയെ കരയ്ക്ക് കയറ്റിയത്. ഫെൻസിംഗ് നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാമെന്ന് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയതോടെയാണ് MLA ആന്റണി ജോൺ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത്. കിണറ്റിൽ വീണ 11 മണിക്കൂറിന് ശേഷമാണ് കാട്ടാന കരയ്ക്ക് കയറിയത്. പുലർച്ചെ 3-ന് കിണറ്റിൽ വീണ ആനയെ കരയ്ക്ക് കയറ്റാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാർ പ്രതിഷേധമുയർത്തി. വനംവകുപ്പിനെതിരെ വിമർശനവുമായി MLA ആന്റണി ജോണും സ്ഥലത്ത്. ഞങ്ങൾക്ക് കൃത്യമായ ഉറപ്പ് കിട്ടണം, ഇത് എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും, അത്തരം ഒരു ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. നേരത്തെ പല ഉറപ്പും ഇവർ പറഞ്ഞിരുന്നു, അത് സമയബന്ധിതമായി അവർക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല. ഒടുവിൽ ജില്ലാ കളക്ടർ G. പ്രിയങ്ക എത്തി. MLA ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയതോടെ രക്ഷാദൌത്യം പുനരാരംഭിച്ചു. ഫെൻസിംഗ് നടപടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ജില്ലാ കളക്ടറുടെ ഉറപ്പ്. സോളാർ ഫെൻസിംഗിന്റെ കാര്യത്തിൽ നമ്മുടെ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. അത് DFOയും ഞാനും പിന്നെ ബഹുമാനപ്പെട്ട MLA എല്ലാവരും ഒരു കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നല്ല കാലാവസ്ഥയുണ്ട്, നമുക്ക് വർക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. കളക്ടർ ഉറപ്പിന്മേൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കിണറ്റിന്റെ ഒരു വശം ഇടിച്ചാണ് ആനയ്ക്ക് പുറത്തിറങ്ങാനുള്ള വഴിയൊരുക്കിയത്. കരയ്ക്ക് കയറിയ ആന ഉടൻ തന്നെ കാട്ടിലേക്ക് മടങ്ങി. കൊച്ചി, ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.